ഗുരുവായൂരിൽ ഉച്ചയൂണിന് ഈ ഒരു കറി ഉണ്ടായിരിക്കും. എല്ലാവർക്കും അത് കൊടുക്കണം. ഭഗവാന് ഏറെ പ്രിയപ്പെട്ട കറിയാണിത്. മാമ്പഴ പുളിശ്ശേരിയാണ് ഭഗവാന് ഏറെ പ്രിയപ്പെട്ടത്. അതുണ്ടെങ്കിൽ ഭഗവാന് വളരെ തൃപ്തിയാണ്. ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി എന്ന് വെച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിവിടെ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് വളരെ നല്ല മഞ്ഞൾപ്പൊടിയാണ്. അപ്പം അതും അതിനോടുകൂടി കുറച്ചുപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. തുടക്കത്തിൽ കുറച്ചുപ്പും അതുപോലെ അല്പം മുളക് പൊടി, അതൊക്കെ അവരവരുടെ തൃപ്തിക്കനുസരിച്ചിട്ടാൽ മതിയാവും. ഒന്നിനും കൂടരുത്, 1/4 സ്പൂൺ മതിയാവും. അതുപോലെ 1 കഷ്ണം ശർക്കരയും 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ആദ്യം അതൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് ഒരു അരമണിക്കൂറോളം വേണ്ടി വരും. ഒന്ന് വെന്ത് വരുമ്പോൾ ഓൾറെഡി പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നല്ലപോലെ ഉടഞ്ഞിരിക്കുകയാണെങ്കിലും നമ്മളൊന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങായും അതോടൊപ്പം തന്നെ ഒരു അരമുറി തേങ്ങ മതിയാവും. അതിനോട് കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകമാണ് അരച്ച് ചേർക്കുന്നത്. അതും അതിനകത്തേക്ക് ഇച്ചിരൂടെ വേകാനുണ്ട്. അപ്പം ഒന്നുകൂടെ നമുക്ക് മൂടിയിട്ടതൊന്ന് വേകാം. നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഈ അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്ത് ടേസ്റ്റാണെന്നറിയാം. ഈ ഒരു കറി മതി നമുക്ക് ചോറുണ്ണാനും, വളരെ ടേസ്റ്റാണ്. ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് പാത്രം കഴുകിയൊക്കെ ഇച്ചിരി ഒഴിക്കുക. കൂടുതൽ വെള്ളം ആവരുത്, നല്ല കുറുകിയിരിക്കുന്നതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നല്ല വെള്ളം കൂടാൻ പാടില്ല. അപ്പം അരപ്പൊഴിച്ചു. എന്നിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള നല്ല കട്ട തൈരായിരിക്കണം, കാരണം ഒരുപാട് വെള്ളം ആവരുതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പുളിയുള്ള തൈരും ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഉപ്പ് നോക്കണം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇടുക. ഉപ്പ് കൂടരുത്, കൂടിയാൽ ആകെ മോശമായി പോവും. അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഒഴിക്കുക. എന്നിട്ട് അടിയിൽ കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. തവിയിട്ടൊന്ന് നനക്കിയൊക്കെ നോക്കിയിട്ട് ഒരുപാട് ഉടഞ്ഞു പോവരുത്. എന്നിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുക. എല്ലായിടവും ഒന്ന് ചുറ്റിച്ച് നല്ലപോലെ എടുത്ത് കഴിഞ്ഞിട്ട് കടുക് താളിച്ച് അതിനകത്തേക്ക് ഒഴിക്കാം. അതിന് കുറച്ചൊരു 2 സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകും ഉണക്കമുളക് കൂടിയിട്ട് അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂട്ടിട്ട് താളിച്ച് ആ ചൂടോട് തന്നെ അതിനകത്തേക്ക് ഒഴിച്ച് അടച്ചു വയ്ക്കുക. കടുകൊക്കെ ഇട്ടിട്ട് വളരെ ദൂരോട്ട് മാറിയൊക്കെ നിൽക്കണം. ദേഹത്തോട്ടൊക്കെ തെറിച്ച് വീഴാതെ നോക്കണേ. ഉണക്ക് കുറഞ്ഞ കടുകാണെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കും ദൂരോട്ട്. എന്നിട്ട് മുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇച്ചിരി കറിവേപ്പില കൂടെ നമ്മളെടുത്ത് വെച്ച കറിവേപ്പില കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പം അത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഇതായി കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെ ഒരു 5 മിനിറ്റ് മതിയാവും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അങ്ങോട്ട് തുറക്കുമ്പോൾ എന്താ മണം! ഭഗവാൻ ഇത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് വരണമെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കുമല്ലോ. വളരെ ടേസ്റ്റാണ്. ഒന്ന് ചെയ്ത് നോക്കണേ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നേരിയ കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. എന്താ ഒരു മണം! നല്ല വെളിച്ചെണ്ണയാണ്, നമ്മളിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക സുഗന്ധവും കൂടാണല്ലോ. കറിവേപ്പില, മുളക് എല്ലാം കൂടെ കിടന്ന് വെന്ത് വരുമ്പോൾ ഒരു നല്ലൊരു മണമാണ്. അപ്പോൾ
മാമ്പഴ പുളിശ്ശേരി ഭഗവാന് പ്രിയപ്പെട്ട പുളിശ്ശേരിയാണ്. ഒന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.